ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചോക്ലേറ്റ് കേക്കാണ് 2 kg. അതിൻ്റെ റെസിപ്പി എങ്ങനെയെന്ന് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ടിന്നിനനുസരിച്ച് 4 സൈഡിലേക്ക് നമ്മൾ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നടുക്കത്തേക്കും. എന്നിട്ട് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ ബ്രഷ് വെച്ച് ഫുള്ളും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക സൈഡിലും നടുക്കുമായിട്ട്. അതിനുശേഷം നമ്മൾ നടുക്ക് പേപ്പർ വെച്ച് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ചുറ്റും, അല്ലെങ്കിൽ പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ച് ഒന്നും കൂടി അതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലും അതുപോലെ പേപ്പർ വെച്ച ശേഷം നമ്മൾ ബ്രഷ് വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ. അതിൻ്റെ ചുറ്റും 4 സൈഡും ഇതേപോലെ ആ പീസസ് വെച്ച് അറേഞ്ച് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഡ്രൈ ബൗളിൽ 2 കപ്പ് മൈദ ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ കേക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. 8 മുട്ട എടുത്തിട്ടുണ്ട് ഇവിടെ. ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് ഒരു ഡ്രൈ ബൗളിലാണ് ഒഴിക്കേണ്ടത്. 8 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പിട്ട ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് തുടങ്ങുക. ചെറുതായിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ട് വേണം ആദ്യം ബീറ്റ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ 2 അടപ്പ് വാനില എസൻസ് കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മണം മാറാൻ വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് ഒഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് ചേർക്കരുത്, അത് മിക്സ് ആവത്തില്ല. അതുകൊണ്ട് ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് 5 സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് അതിൽ ആഡ് ചെയ്ത് ഒരു വിസ്ക് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കും. മെല്ലെ ഇതേപോലെ സ്പീഡിൽ ചെയ്യരുത്, മൈദയാണ്. അപ്പോൾ അത് കട്ടിയായി കഴിഞ്ഞാൽ കേക്ക് ഭയങ്കര കട്ടിയായി പോവും. എന്നിട്ട് ബാറ്റർ ടൈറ്റ് ആകുമ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് പാലൊഴിച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുമിച്ച് ഒഴിക്കരുത്, ലൂസായി പോയി കഴിഞ്ഞാൽ കേക്ക് നല്ല ഇത് കിട്ടത്തില്ല. ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളൊരു ചെറിയ ബൗളിൽ 3 ടേബിൾ സ്പൂൺ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. പാം ഓയിലോ വെളിച്ചെണ്ണയോ എടുക്കരുത്, കേക്ക് ഇതായി പോവും. സൺഫ്ലവർ ഓയിൽ വെച്ച് നല്ലപോലെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയതുകൊണ്ട് ചോക്ലേറ്റ് കേക്കാണ്, അതുകൊണ്ട് ഞാൻ ഒരു 2 ഡ്രോപ്പ് ബ്രൗൺ കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ആ ബാറ്ററിൽ ഒഴിച്ച് കൊടുക്കുക ഫുള്ളും. എന്നിട്ട് ഇതേപോലെ സ്പാച്ചില വെച്ച് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. സ്പീഡിൽ ചെയ്യരുത്. സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല. എന്നിട്ടും ടൈറ്റ് ആണെങ്കിൽ ഇതേപോലെ കുറച്ചും കൂടി പാൽ ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ടിന്നിൽ ഫുള്ള് ബാറ്റർ ഒഴിച്ച ശേഷം ടൂത്ത് പിക്കിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത് ബബിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് കേക്ക് നല്ല രീതിയിൽ വരത്തില്ല. അതിനാണ് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്ത് എടുക്കുന്നത്. 2 kg ആയിട്ട് നമ്മൾ 40 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. ബാറ്റർ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ബേക്ക് ആയിട്ടില്ലെന്നാണ്, പക്ഷേ ഇതിപ്പോൾ ബേക്ക് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഡ്രൈ ബൗളിൽ നമ്മൾ 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നുണ്ട് ഈ ബൗളിലേക്ക്. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കാം. എന്നിട്ടല്ലേ നമുക്ക് ക്രീം നല്ല സ്റ്റിഫായിട്ട് കിട്ടത്തുള്ളൂ. കേക്ക് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ പേപ്പർ എല്ലാം മാറ്റിയെടുക്കാം. ഇവിടെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുറച്ചായിട്ട് നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്ത ശേഷം പാനിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ബൗൾ വയ്ക്കുക. ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമ്മൾ താഴെ വെച്ച് ഇതേപോലെ ഒന്ന് സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇതേപോലെ മെൽറ്റ് കിട്ടണം. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് സെറ്റ് ചെയ്യുകയാണ്. ഷുഗർ സിറപ്പ് വെച്ച് ഫുള്ളും വെറ്റ് ചെയ്തെടുക്കുക കേക്ക്. അതിന് മുകളിൽ നമ്മൾ ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒഴിച്ച് ക്രീമിൽ നമ്മൾ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ചോക്ലേറ്റ് ക്രീം ആക്കാൻ വേണ്ടിയിട്ട്. ക്രീം ബീറ്റ് ചെയ്യുന്ന വേറൊരു വീഡിയോയിലുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. പാച്ചിൽ വെച്ചൊന്ന് മിക്സ് ചെയ്ത് നമ്മളതിന് ശേഷം കേക്കിൻ്റെ മുകളിൽ ഇട്ട ശേഷം പാലറ്റ് നൈഫ് വെച്ച് ഫുള്ളും സ്പ്രെഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് കുറച്ച് മുകളിൽ സെൻറ്ററായിട്ട് ഒഴിച്ച് ഫുള്ളും ഒന്ന് കേക്ക് ഫുള്ളും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കടിക്കുമ്പോൾ കുറച്ച് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ ചോക്ലേറ്റ് ഒഴിക്കുന്നത് നമ്മൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മെൽറ്റ് ചെയ്ത് ഒഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ സെക്കൻഡ് ലെയർ വെച്ച ശേഷം സൈഡ് എഡ്ജസ് എല്ലാം കൂടി നല്ല ഷേപ്പ് ചെയ്തെടുക്കുക നമ്മൾ ക്രീം പാലറ്റ് നൈഫ് വെച്ച്. എന്നിട്ട് ഫസ്റ്റ് ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് സെക്കൻഡിലേക്ക്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് അതുപോലെ ക്രീമൊക്കെ ഇട്ട് ചോക്ലേറ്റൊക്കെ ഒഴിച്ച് സ്പ്രെഡ് ചെയ്തെടുക്കുക. ഇത് തേർഡ് ലെയർ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സൈഡെല്ലാം ഒന്ന് നല്ല ഷേപ്പ് ചെയ്തെടുക്കുക.
നല്ല നമുക്ക് എഡ്ജസ് നല്ല വൃത്തിയായിട്ട് കിട്ടത്തുള്ളൂ. ടോപ്പും സൈഡും എല്ലാം നമ്മൾ ക്രീം ഇട്ട് അതേപോലെ നല്ല ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഡിസൈൻ ചെയ്ത് കൊടുക്കാം ചുറ്റും. ഇതിപ്പോൾ നമ്മളിവിടെ ഒരു വുഡൻ ഡിസൈനാണ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് വരച്ചു കൊടുക്കാം. വുഡൻ ഡിസൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ നല്ല രീതിയിൽ വരച്ചു കൊടുക്കാം. ഓരോരുത്തരും ഓരോ രീതിയിൽ എങ്ങനെ വെച്ചാൽ ഡിസൈൻ ചെയ്തെടുക്കാം. നമുക്ക് അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പോൾ വുഡൻ ഡിസൈനാണ്. അത് ഇപ്പോൾ 4 വശത്തും ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി പാലറ്റ് നൈഫ് വെച്ച് നമ്മൾ ടോപ്പിൽ ഇതേപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്ലാസ്സിൽ ഒരു കവർ വെച്ച ശേഷം നോസിലിട്ട് എടുത്ത കവറാണ്. അതിൽ നമ്മൾ മഞ്ഞ ക്രീമും ഒരു ചുവപ്പ് ക്രീമും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ടോപ്പിൽ ഡിസൈൻ ചെയ്യാനാണ്, കുറച്ച് ഫ്ലവേഴ്സ് രീതിയിൽ ചെയ്യാനാണ്. ഇതിപ്പോൾ ഇങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡിസൈനാണ് ചെയ്തെടുത്തത്. അതിനുശേഷം നമ്മളൊരു കവർ എടുത്തിട്ട് നമ്മളൊന്ന് സിസർ വെച്ച് കട്ട് ചെയ്ത ശേഷം ഈ ചുറ്റും ഇതേപോലെ ഡിസൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2 kg ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഡിസൈനെല്ലാം ഈ രീതിയിൽ ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. റെസിപ്പി എല്ലാം ഇതേ ഫോളോ ചെയ്താൽ മതി, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.